അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ വരട്ടിയത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? എന്നാ വരി. അപ്പോൾ ഞാനിതാ അതിനായിട്ട് ഇവിടെ ലേശം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് എടുത്തതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ലേശം മസാലകളൊക്കെ വേണം കേട്ടോ. ഞാനിതവിടെ 2 വലിയ ഉള്ളി, തക്കാളി, പച്ചമുളകും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വലിയ ഉള്ളി ചെറുതാക്കി ഇങ്ങോട്ട് അരിഞ്ഞു കൊടുക്കണം കേട്ടോ. അതേപോലെ തക്കാളിയും ചെറുതായിട്ടും കണ്ട് അരിഞ്ഞു കൊടുക്കണം കേട്ടോ. അത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെറുതാക്കി അരിഞ്ഞു കൊടുക്കണത്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ലേശം കറിവേപ്പില, ചപ്പ് പുതിന, അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ഇത് കൂടാതെ ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളകിൻ്റെ പൊടി, ഉപ്പ്, ഗരം മസാലപ്പൊടി ഇതും കൂടി ഇതിലേക്ക് വേണം കേട്ടോ. അതൊക്കെ ഞാൻ ഇനി വീഡിയോയിൽ കാണിച്ചു തരേണ്ട, അത് ഇടുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി ഇതാ ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചൂടായി വരുന്ന സമയത്ത് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അത് ചൂടായി വരുന്ന സമയത്ത് ഇതാ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ള വലിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഉള്ളി വേഗം വാട്ടുന്നത് കേട്ടോ. എല്ലാം കൂടി ഇട്ട് വാട്ടിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഉള്ളി നല്ലോണം വാടി കിട്ടണം എന്നുണ്ടെങ്കിൽ ഉള്ളി ആദ്യം ഉപ്പിട്ടിട്ട് ഒന്നാണ്ട് വാട്ടിയെടുക്കണം കേട്ടോ. അത് നല്ല ഒന്നങ്ങാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതാ ഞാനിത് അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഉള്ളിക്ക് കുറച്ചൊക്കെ ഒരു വേവുണ്ട് കേട്ടോ. അതാണ് ഉള്ളി ഫസ്റ്റ് തന്നെ വേവിച്ചെടുക്കുന്നത്. തക്കാളിക്കൊന്നും വല്ലാതെ വേവില്ല. ഇനി ഒന്നും കൂടി മൂടിയിട്ട് കത്തിക്കുകയാണ്. ഇനി അത് ബ്രൗൺ കളറായി വരുന്ന സമയത്താണ് കേട്ടോ നമുക്ക് തക്കാളി ബാക്കിയുള്ള ഇതൊക്കെ ഇട്ട് കൊടുക്കൽ. ഇതാ ഏകദേശം ഇത് ബ്രൗൺ കളറായിട്ടുണ്ട്. ഞാനിതാ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതേപോലെ ചപ്പും പുതിനയും കറിവേപ്പിലയും ഇതും എല്ലാം അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ചപ്പും പുതിന കുറവാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി എല്ലാം കൂടി നല്ല ഒന്നങ്ങാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇത് ഒന്ന് മൂടിയിട്ടിട്ട് ഒന്നാണ് കത്തിച്ചേക്കട്ടെ. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇടാനായിട്ട്. മറ്റേത് നമ്മൾ മൂടിയിട്ട് കത്തിക്കുന്ന സമയത്ത് പെട്ടെന്ന് അടി പിടിക്കും, നമ്മൾ കാണൂലല്ലോ, പെട്ടെന്ന് അടി പിടിക്കും. അതിനാണ് ലോ ഫ്ലെയിമിലിട്ട് കത്തിക്കണമെന്ന് പറയണത് കേട്ടോ. ഞാനൊന്നും കൂടി ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇത് വെന്തിട്ടൊന്നുമില്ല, കണ്ടില്ല കഷ്ണം പോലെ കിടക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഉപ്പ് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് വേവിട്ടാ. ഇതാ ഏകദേശം ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മസാല ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല കൂട്ടുകൾ പൊടികൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ 1 സ്പൂണ് മുളക് പൊടിയും 2 സ്പൂണ് മല്ലിപ്പൊടിയും ലേശം കുരുമുളകിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ പെട്ടിട്ടില്ല കേട്ടോ. ഇനി ഒരു 1.5 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ല ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിൻ്റെ മസാല ചുവ ഉണ്ടല്ലോ, അതൊക്കെ നല്ലോണം പോകുന്നത് വരെ ഒന്നാണ്ട് ആ വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്നാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി വെളിച്ചെണ്ണ കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലേശം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല മസാല ഒക്കെ നല്ലതാവുന്ന രീതിയിൽ ഒന്നങ്ങോട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നല്ല ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ.
ഇത് അധികം ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് അധികം വേവൊന്നുമില്ല കേട്ടോ. നമുക്ക് കുക്കറിലിടുക ഒന്നും ആവശ്യമില്ല, അതിൽ തന്നെ കിടന്നിട്ട് വേവിട്ടാം. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പിന്നെ ചിക്കൻ ഒന്ന് മൂടിയിട്ട് കത്തിക്കുമ്പോൾ ഇതിൽ നിന്ന് തന്നെ ഒരു വെള്ളം വരാണ്ട് കേട്ടോ. ഞാനിതാ മൂടിയിട്ട് കത്തിക്കുന്നുണ്ട് കേട്ടോ. ആ വെള്ളത്തിൽ തന്നെ അത് കിടന്ന് വേവും. ബ്രോയിലർ തീരെ വേവില്ല കേട്ടോ. ഈ കുക്കറിലാണെങ്കിൽ തന്നെ ഒരു വിസിൽ വന്നാൽ തന്നെ കുക്കറിൽ പെട്ടെന്ന് വേവും ബ്രോയിലർ ചിക്കൻ കേട്ടോ. കണ്ടില്ല ഇതിൽ വെള്ളം വന്നത്. ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതൊക്കെയാണ് കേട്ടോ ചിക്കൻ്റെ ടേസ്റ്റി. ഞാനിത് നല്ല ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ നല്ല വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മളെ ചിക്കൻ വരട്ടി നെയ്ച്ചോറുക്കാണെങ്കിലും പിന്നെ അതേപോലെ തേങ്ങാച്ചോറുക്കാണെങ്കിലും പിന്നെ അപ്പങ്ങൾക്കൊക്കെ ആണെങ്കിലൊക്കെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ചിക്കൻ വരട്ടി തന്നെ കായ ഒക്കെ കൂടി നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.